മെന്നെ തുടക്കം തൊട്ടേ ഞാൻ ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് ഈ 4 പേരുടെയും സേഫ്റ്റി നോക്കി ഞാൻ അത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. 4 പേരെയും നോക്കി പ്രൊട്ടക്ഷൻ കൊടുത്ത് ഭയങ്കരമായിട്ട് ഞാൻ എന്തൊക്കെയായിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറയുന്നത്. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. എന്റെ പൊന്നമ്മച്ചി, മക്കളൊക്കെ വളർന്നു വലുതായി, നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് നീ കേട്ടിട്ടില്ലേ? ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് ചേട്ടായി ഒരു സൈഡിലൂടെ അതും പറയുന്നു, അതിന് വിപരീതമായി മക്കൾ ഈ സൈഡിൽ കൂടെ നടക്കുന്നു എന്നുള്ളത്. നമുക്ക് വേറെ പണിയുണ്ട്, കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെ തന്നെ. കുടുംബത്തിൽ പറഞ്ഞവര് അപ്പൊ കഴുകന്മാരിൽ നിന്നും കുറുക്കന്മാരിൽ നിന്നും ഒക്കെ അവർ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോഴാണ് മക്കൾ ഈ രീതിയിൽ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് കൊള്ളാം. നിങ്ങൾ തളർന്ന് അവിടെ ഇരുന്ന സമയത്താവും പലപ്പോഴും പലതും നടന്നിട്ടുള്ളത് തോന്നുന്നു. പല വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. രാകൃഷ്ണൻ തന്നെ ഒരു പഴയ കാമുക ഉണ്ടല്ലോ, അവരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു. പല സംഭവങ്ങളും അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ സേഫ് ആക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്താ ചെയ്യാ, എത്ര നല്ല ഫാമിലിയാണ് നോക്കിയല്ലേ. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ? അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ഒരുപാട് കെയറിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവര്. കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ എന്റെ ഫാമിലി അതാണ് ഇതാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? മാന്യമായി വസ്ത്രം ധരിക്കാൻ അവർക്ക് അറിയാതെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാനാണ്, വിപരീതം. ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണോണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയൂന്നേ.